ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപുഡ്. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ് ബയോളജിയുടെ 3ാമത്തെ പാഠം റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ശ്വസനവും വിസർജനവും എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നും കഴിഞ്ഞ വർഷം ക്രിസ്മസ് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ആനുവൽ കൊല്ല പരീക്ഷയ്ക്ക് നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒട്ടും സമയം കളയേണ്ട, നേരെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നിട്ടുണ്ടാ, നമുക്ക് ഓരോ ജീവികളെയും ആ ജീവികളുടെ ശ്വസനാവയവം തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കാനാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യടാ, ഓരോ ജീവികളെയും പേര് താഴത്തോട്ട് എഴുതി വെക്കാം. അഥവാ മാനുണ്ട്, മനുഷ്യന്മാരുണ്ട്, അമീബയുണ്ട്, അതുപോലെ തന്നെ എർത്ത് വോം മണ്ണിരയുണ്ട്. അടുത്തത് ആരാടാ, സ്കിന്ന്, ലങ്സ്, ഫിഷ് ഉണ്ടല്ലേ, നമ്മുടെ മീനുണ്ട്. ഈ പറയപ്പെട്ട ജീവികളുടെ ശ്വസന അവയവം എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് അല്ലേ. മനുഷ്യന്മാരെങ്ങനെയാണ് ലങ്സ് ഉപയോഗിച്ചിട്ടും ശ്വസിക്കാറുള്ളത്. ഞാനൊന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും നമ്പർ കൊടുക്കുന്നുണ്ട്. വരും. 1, മാൻ എങ്ങനെയാടാ ലങ്സ് ഉപയോഗിച്ചിട്ടാണ്, അഥവാ നമ്മുടെ എവിടെയാടാ ശ്വാസകോശം ഉപയോഗിച്ചാണ് ശ്വസിക്കാറുള്ളത്. അമീബ എങ്ങനെ ശ്വസിക്കുന്നതാടാ, അമീബ എന്ന് പറഞ്ഞാൽ ഒരു ഏകകോശ ജീവിയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്വസിക്കുന്നത് ആ കോശത്തിലൂടെയായിരിക്കും, സെൽ മെംബ്രെയിനിലൂടെയാണ്, കോശസ്തരത്തിലൂടെയാണ്. ആൻഡ് എർത്ത് വോം എന്ന് പറഞ്ഞാൽ എന്താടാ, മണ്ണിരയാണ്. മണ്ണിര ശ്വസിക്കുന്നത് അതിൻ്റെ ത്വക്കിലൂടെയാണ്, സ്കിന്നിലൂടെയാകുന്നു. ആൻഡ് അടുത്തത് ആരാടാ, ഫിഷാണ്, മത്സ്യങ്ങളാണ് അല്ലേ. മത്സ്യങ്ങൾക്ക് ശകുലങ്ങളാണുള്ളത്, അഥവാ അതിൻ്റെ ഗിൽസാണ് ശ്വസനാവയവം. റെഡി അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു കുട്ടി സ്റ്റേറ്റ്മെന്റ് റീസണും കൊടുത്തിട്ടുണ്ട്, ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്, നേർപ്പിച്ച ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നിശ്വാസമായി കടത്തി വിടുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായിട്ട് മാറുന്നു. മക്കളെ, ഇത് എന്തുകൊണ്ടാണ് ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായിട്ട് മാറിയത് അല്ലേ. നമുക്കറിയാം, ചുണ്ണാമ്പ് വെള്ളത്തിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്ന സമയത്ത് അത് പാൽ നിറമായിട്ട് വരും അല്ലേ. നിശ്വാസവായുവിൽ എന്തുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അളവ് വളരെ കൂടുതലാണ്. കാരണം കൊടുത്തിട്ടുണ്ട്, ഇത് കോൺസെൻട്രേഷൻ ഓഫ് CO2 ഈസ് ഹയർ ഇൻ എക്സൈൽഡ് എയർ. നിശ്വാസവായുവിൽ CO2 കാർബൺ ഡൈ ഓക്സൈഡ് അളവ് വളരെ കൂടുതലാണ്. സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, റീസണും കാരണവും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കടാ. സ്റ്റേറ്റ്മെൻറ്റും റീസണും ശരിയാണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ? സ്റ്റേറ്റ്മെന്റ് റീസൺ ബോത്ത് ആർ കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ D ഫോർ ഡോഗ് കേട്ടോ. റെഡ്. അടുത്ത എന്താ മക്കളെ, മൈറ്റോകോൺട്രിയയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലായത് ആരാകുന്നു, മൈറ്റോകോൺട്രിയ ആകുന്നു. പക്ഷേ ഇത് മൈറ്റോകോൺട്രിയ ആണെന്ന് മനസ്സിലായ കുട്ടികൾക്ക് ഇതിൽ ഉത്തരം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. റെഡിയില്ലേ. ഒന്നാമത് ചോദ്യം എന്താണ്, ഈ കോശാംഗത്തിൽ വെച്ച് നടക്കുന്ന കോശ ശ്വസന ഘട്ടത്തിന്റെ പേര് എഴുതുക. രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ക്രബ്സ് സൈക്കിളാണ് ഈ ഘട്ടത്തിൽ വെച്ച് നടക്കുന്നത് അല്ലേടാ, ക്രബ്സ് സൈക്കിൾ. ഓക്കെ. അടുത്തെന്ന് വെച്ചിട്ടുള്ളത്, ഹൗ മെനി ATP മോളിക്യൂൾസ്, ഈ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ക്രബ് സൈക്കിളിൽ എത്ര മോളിക്യൂൾസ്, എത്ര ATP ഉണ്ടാവാറുണ്ടടാ, 28 ATP. വളരെ സിമ്പിൾ അല്ലേ, 28 ATP ആണ് ഉണ്ടാവാറുള്ളത്. മക്കളെ, എത്ര ATP ആണ് ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് വെച്ച് ഉണ്ടാവാറുള്ളത് എന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേടാ. റെഡ്. മക്കളെ, അടുത്ത എന്താ, ഒരാൾ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൂത്രം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് യൂറിനിൽ എന്തുണ്ട്, ഗ്ലൂക്കോസ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ട്. ഓക്കെ, ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, പസ് സെൽസ് ഉണ്ട്, അഥവാ പഴുത്ത കോശങ്ങളുണ്ട്. അതിനർത്ഥം എന്താ, അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ട്. മൂത്രപഥത്തിലെവിടെയോ യൂറിനറി ട്രാക്റ്റിലെവിടെയോ ഇൻഫെക്ഷൻ ഉണ്ട്. ആൻഡ് ബിലിറൂബിൻ, മഞ്ഞപ്പിത്തം ഉണ്ട് അല്ലേ. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ എന്താ, ബിലിറൂബിൻ ഉണ്ടെങ്കിൽ എന്താണ്, അത് ജോണ്ടിസ് ആണ്, മഞ്ഞപ്പിത്തമാകുന്നു. ആൻഡ് അതാരടാ, ആൽബുമിൻ ഇല്ല, അപ്പോൾ കിഡ്നി രോഗങ്ങളൊന്നുമില്ല. കാൽഷ്യം ഓക്സലേറ്റ് തരികൾ കാണുന്നുണ്ടെങ്കിൽ എന്താ, അത് കിഡ്നി സ്റ്റോണിന് സാധ്യതയുണ്ട് അല്ലേ. നമ്മുടെ വൃക്കയിലെ കല്ലെന്നോ മൂത്രത്തിൽ കല്ലെന്ന് വിളിക്കുന്ന ആളാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞാൽ. റെഡ്. അടുത്ത എന്താ, നമുക്ക് അടിവരയിട്ട വാക്കിന് എന്ത് തെറ്റുണ്ടെങ്കിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ അത് ശരിയാണോ? അല്ല അല്ലേ. കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ല, പകരം കാർബമിനോ ഹീമോഗ്ലോബിനാണ് ശരി ഉത്തരം. ആൻഡ് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിയിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ, അത് ശരിയാണ്. ഓക്കെ, ഒന്നും ചെയ്യണം, ശരി, അത് അതുപോലെ വെച്ചോട്ടോ. 23% കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി കൂടിയിട്ട് ബൈകാർബണേറ്റ്. മക്കളെ, 23 ആണോ? അല്ല അല്ലേ, 70% ശരി ഉത്തരം.
അൽവിയോളസിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഹൈ ആൻഡ് കോൺസെൻട്രേഷൻ CO2 ഈസ് ലോ ഡ്യൂറിങ് ഇൻഹലേഷൻ. ശ്വാസം എടുക്കുന്ന സമയത്ത് ഉച്ഛ്വാസ സമയത്ത് ഓക്സിജൻ അളവ് കൂടുതലായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കുറവായിരിക്കും. അത് ശരിയായ ഓപ്ഷൻ. അപ്പോൾ തെറ്റിൽ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി എഴുതിയിട്ടുണ്ട്. മക്കളെ ഗ്ലൈക്കോലിസിന്റെയും ക്രബ് സൈക്കിളിന്റെയും ഘട്ടങ്ങൾ മാറ്റി എഴുതാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് 1 ഇതിന് 2 എന്ന് പേര് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. റെഡി മക്കളെ, ഓക്സിജൻ ആവശ്യമായ പ്രക്രിയ ഏതാണ്? അത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് അല്ലേ. ക്രബ് സൈക്കിളിന് ഓക്സിജൻ ആവശ്യമുള്ളത്. എന്നിട്ട് അതിന് ഗ്ലൂക്കോസിനെ, പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആക്കി മാറ്റുന്നതൊക്കെ നമ്മുടെ ക്രബ് സൈക്കിളിലാണ്. ഓപ്ഷൻ ഇവിടെ ഉണ്ട് അല്ലേ. പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആക്കി മാറ്റുന്നു, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നത് 1ാമത്തെ ഘട്ടത്തിലാണ്, ഗ്ലൈക്കോലിസിസിലാണ്. സൈറ്റോപ്ലാസം വെച്ച് നടക്കുന്നത് 1ാം ഘട്ടമാണ്. 2 ATP ഉണ്ടാക്കുന്നതും 1ാം ഘട്ടത്തിലാകുന്നു. നേരത്തെ കമന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ. അതുപോലെ 28 ATP ഉണ്ടാകുന്ന എവിടെയാണ്? 2ാം ഘട്ടമായിട്ടുള്ള മൈറ്റോകോൺഡ്രിയൽ വെച്ച് നടക്കുന്ന ക്രബ് സൈക്കിളിലാകുന്നു. സിമ്പിൾ. ഒരാളുടെ ഹീമോ ഡയാലിസിസിന് ചിത്രം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ എന്താ, ഇതിന്റെ പേര് എഴുതുക. ഈ പ്രോസസ്സിന്റെ പേരെന്താടാ? ഈ പ്രോസസ്സിൻ്റെ പേര് ഹീമോ ഡയാലിസിസ് അല്ലേ. നമ്മുടെ കിഡ്നിയൊക്കെ പ്രവർത്തനരഹിതമാകുന്ന സമയത്ത് ആളുകൾ കിഡ്നി ചെയ്യുന്ന വർക്ക് ഒരു മെഷീനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോലിയാണ് എന്ത്, ചെയ്യുന്ന ഈ പരിപാടിയാണ് എന്ത് മക്കളെ, ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ. ഓക്കെ. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ആഡിങ് ഹെപ്പാരിൻ അല്ലേ. ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചത്. ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത് എന്തിനാ മക്കളെ? ഹെപ്പാരിൻ ആഡ് ചെയ്താലേ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കുള്ളൂ അല്ലേ. ഹെപ്പാരിൻ ആഡ് ചെയ്താൽ ആൻറ്റി കൊയാഗുലൻ്റ് ആണ്, രക്തം കട്ട പിടിക്കില്ല. ഓക്കെ. ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് നോട്ട് റിമൂവ്ഡ് മക്കളെ, ഇതിന് യഥാസമയം എക്സ് എന്ന് പറയുന്ന ഈ ഭാഗം അല്ലേ, എക്സ് എന്ന് പറഞ്ഞ ഭാഗം ഏതാണ്? ഇത് ഡയാലിസിസ് യൂണിറ്റ് ആകുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റിൽ കാണുന്ന ഫ്ലൂയിഡിന്റെ പേരെന്താ? ഡയാലിസിസ് ഫ്ലൂയിഡ് ആകുന്നു. ഓക്കെ. ഈ ഡയാലിസിസ് യൂണിറ്റിലെ ഡയാലിസിസ് ഫ്ലൂയിഡിൽ കറക്റ്റ് സമയത്ത് നമ്മൾ മാറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ, ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് നടക്കൂലടാ? അവിടെ നടക്കേണ്ടിയിരുന്ന ഡിഫ്യൂഷൻ സ്റ്റോപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഡിഫ്യൂഷൻ എന്താകും? സ്റ്റോപ്പ് ആകും. ഓക്കെ മക്കളെ, അടുത്തൊരു ചോദ്യം. ഹീമോഡയാലിസിന്റെ സമയത്ത് മാലിന്യ അളവ് കൂടിയ രക്തത്തിൽ ഹെപ്പാരിൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കട്ട പിടിക്കാതിരിക്കാനാണ്. കട്ട പിടിക്കാതിരിക്കാനാണ് 2ാമത്തെ ഓപ്ഷൻ. ഓക്കെ മക്കളെ, ഓരോ ജീവിയുടെ വിസർജന വസ്തുക്കളും വിസർജന അവയവം കണ്ടെത്താനാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ജീവിക്ക് നമ്പർ കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. ഇൻസെക്റ്റുകളില്ലേ, ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണികൾ, പാറ്റകളൊക്കെ വരുന്നതാണ്. അവരുടെ വിസർജനം എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡാണ്. അമീബേൻ്റെത് അമോണിയയാണ്. ഫ്രോഗിൻ്റെത് യൂറിയയാണ്. ഇൻസെക്റ്റിൻ്റെ വിസർജന അവയവം എന്ന് പറഞ്ഞാൽ മാൽഫീജിയൻ ട്യൂബ്യൂളാണ്. അമീബേൻ്റെത് കോൺട്രാക്റ്റൈൽ വാക്യൂളാണ്. ഫ്രോഗിൻ്റെത് കിഡ്നിയാണ്. ഓക്കെ റെഡി അല്ലേ മക്കളെ? സെറ്റ്. അടുത്ത വെന്റിലേഷനും അതുപോലെ തന്നെ നമ്മുടെ വെന്റിലേഷൻ ഉച്ഛ്വാസവും നിശ്വാസവും അല്ലേ, നമ്മുടെ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കലാണ്. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റ് അല്ലേ, ശ്വാസം പുറത്തോട്ട് കളയുന്നതാണ് എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ 3 അവയവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. 2 പേശികളും ഒരു വാരിയില്ല അല്ലെങ്കിൽ റിബ്സിനുമാണ് മാറ്റം സംഭവിക്കുന്നത്. 2 പേശികൾ ഏതൊക്കെയാണ്? ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിലുമാണ് 2 പേശികൾ അല്ലേ. ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിൽ എന്ത് ചെയ്യുന്നു? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉച്ഛ്വാസ സമയത്ത് അത് വലിയുന്നു, സങ്കോചിക്കുന്നു, കോൺട്രാക്റ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെയും എന്ത് തന്നെ സെയിം ആണ്, കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അതുപോലെ റിബ്സ് എന്താ ചെയ്യുന്ന മക്കളെ? റിബ്സ് ഉയരാണ് ചെയ്യാറുള്ളത്. ഡൗട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കടാ അല്ലേ, ഉയരാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ റിബ്സ് താഴുന്നു എന്ന് കൊടുക്കാം, ലോവേഴ്സ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ റിട്ടേൺ ടു ഒറിജിനൽ കണ്ടീഷനിലോട്ട് പൂർവ്വസ്ഥിതിയിലോട്ട് മടങ്ങി വരികയും ചെയ്യുന്നു. റെഡി. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ എക്സ്ക്രീഷന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. എക്സ്ക്രീഷന്റെ ഭാഗത്ത് മക്കളെ, ലേബിൾ ദ ഫോളോയിങ് പാർട്സ്. ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ടു കിഡ്നി. കിഡ്നിന്റെ ഉള്ളിലോട്ട് ബ്ലഡ് കൊണ്ടുവന്ന ബ്ലഡ് വെസൽ ഏതാ മക്കളെ? അല്ലേ, അത് ആർട്ടറിയാണ്. മേലെ കാണുന്നത് ഏതാണ്? റീനൽ ആർട്ടറിയാണ്. ഓക്കെ, തിരിച്ചു കൊണ്ടുവരുന്നത് റീനൽ വെയിൻ ആകുന്നു. വൃക്കാധമനിയും വൃക്കാസിരയും ആകുന്നു. അടുത്തത് ഫംഗ്ഷൻ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇത് യുറേറ്റർ ആണ് അല്ലേ. യുറേറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? മൂത്രവാഹി.
ആ പേരിന് ഉത്തരം കിട്ടും അല്ലേ. മൂത്രത്തിനെ കിഡ്നിയിൽ നിന്നും വഹിച്ചു കൊണ്ടുവരുന്നതാണ് മൂത്രവാഹികൾ ചെയ്യുന്ന ജോലി. ഇതിൽ നിന്നും മോസ്റ്റ് എനർജി റിലീസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അത് നമുക്കറിയാം. 28 ATP ഉണ്ടാക്കുന്ന ക്രബ് സൈക്കിൾ നടക്കുന്ന പരിപാടിയാണ്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കിയിട്ട് മാറ്റുന്നു. ഇവിടെ എന്താണ് വരിക, പൈറുവിക് ആസിഡാണ് വരിക. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ജലമാക്കി മാറ്റുന്ന ഈ പ്രക്രിയ ഇത് വളരെ സിമ്പിളാണ്. കണ്ടാൽ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ ഒരു 1 മാർക്കിന്റെ ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ മക്കളെ. രക്തം ഈ എക്സ് എന്ന് പറയുന്ന ഭാഗത്തൂടെ എന്ത് ചെയ്യുന്നു, ഗ്ലോമറുൽ ഫിൽട്രേറ്റ് എത്തുന്നു. അത് തന്നെ YZ എന്ന പ്രക്രിയയിലൂടെ യൂറിനായിട്ട് മാറുന്നു. ഈ എക്സ് എന്ന് പറഞ്ഞ പ്രക്രിയ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാ ഫിൽട്രേഷൻ ആണ് അല്ലേ, അതിസൂക്ഷ്മ അരിക്കലാണ്, അൾട്രാ ഫിൽട്രേഷൻ ആണ്. ആൻഡ് വൈയും ഇസഡും എന്താണ്? വൈയും ഇസഡും എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ എന്താ, റീ അബ്സോർപ്ഷൻ ആകുന്നു, പുനരാകിരണമാകുന്നു. ആൻഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്രവണമാണ്, സെക്രീഷൻ ആണ്. ഓക്കെ അല്ലേടാ. അപ്പോൾ എക്സ് എന്ന പ്രക്രിയക്ക് ആവശ്യമായ ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെ? ഉയർന്ന മർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാടാ? ഈ അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും ഡയാമീറ്റർ ഡിഫറൻസ് ആണ് അവിടെ ഉയർന്ന മർദ്ദം അഥവാ നമ്മുടെ പ്രഷർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്. Would there be a difference in components of urine if process Y does not take place? Y എന്ന് പറയുന്ന പ്രക്രിയ അഥവാ റീ അബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ അവരുടെ കോമ്പണൻസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാകും അല്ലേ മക്കളെ. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ തിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് റീ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ. അത് നടന്നിട്ടില്ലെങ്കിൽ എന്താ, ആവശ്യമുള്ള വസ്തുക്കൾ പോലും മൂത്രത്തിലൂടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. മൂത്രത്തിലെ കോമ്പണൻസിൻ്റെ അളവ് കൂടാനും നമുക്ക് ആവശ്യമുള്ള ആളുകൾ ആവശ്യമുള്ള കോമ്പണൻസ് നഷ്ടപ്പെടാനും റീ അബ്സോർപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഈ പാഠത്തും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത നാലാം പാഠത്തിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ബുദ്ധിമുട്ടുള്ള ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രത്യേകം ആ ഭാഗത്ത് തന്നെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആ ടോപ്പിക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ മക്കളുടെ ബയോളജി എക്സാമിന് പ്രിപ്പറേഷൻ ഏതുവരെ ആയിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഫുള്ള് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ ഒരു ഗ്രീൻ ഹാർട്ടിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ റിവിഷൻ ലൈവുകളും ക്വസ്റ്റ്യൻ ലൈവൊക്കെ ചെയ്തതൊക്കെ കണ്ട് സെറ്റ് ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഒരു ബറാബർ കുറച്ചും കൂടി ആവണമെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ആകെ അടപടൽ 3G ആണ് മാഷ എന്നാണെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.